പ്രാർത്ഥിക്കാം. ദൈവമേ, വീണ്ടും ഒരു ദിവസം കൂടി, ഒരാഴ്ച കൂടി പ്രാർത്ഥിക്കാനായിട്ട് അങ്ങയുടെ സന്നിധിയിൽ വരാനായിട്ട് യേശുവിനെ സ്തുതിക്കാനും ആരാധിക്കാനും അനുവദിച്ചത് നന്ദി പറയുന്നു. ദൈവമേ, കഴിഞ്ഞ ആഴ്ചയിൽ അങ്ങ് ലോകം മുഴുവൻ ആൾക്കാർ കോവിഡിന്റെ ഭയത്താൽ കഴിയുമ്പോൾ ഞങ്ങളങ്ങ് സുരക്ഷിതരായി അങ്ങ് കാത്തു പരിപാലിച്ചതിന് ഞങ്ങളുടെ ശാരീരിക മാനസിക ആരോഗ്യമായ എല്ലാ മേഖലകളിലും അങ്ങ് ഞങ്ങളെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തതിന് നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, സന്തോഷത്തോടുകൂടി അങ്ങ് ആരാധിക്കുവാൻ പിന്നീട് വരാൻ സാധിച്ചതിന് മനസ്സിനുള്ള സന്തോഷം നന്ദി പറയുന്നു. കർത്താവ് ഈ സമയം ഒരു മണിക്കൂർ അങ്ങയോടുണ്ടായിരിക്കുവാനായിട്ട് ഞങ്ങൾ ഒന്നിച്ച് കൂടിയിരിക്കുന്നു. കർത്താവ് ഓൺലൈനിലൂടെ കടന്നു വരുന്ന എല്ലാ സഹോദരങ്ങളെയും അവരിൽ പങ്കെടുക്കുന്ന ശുശ്രൂഷകൾ കേൾക്കുന്ന വചനം എല്ലാവർക്കും ഉപയോഗപ്രദമാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവത്തോട് സ്പർശിക്കണമേ. കർത്താവ് ഇന്നത്തെ ദിവസങ്ങളിൽ മാത്രമേ ഞങ്ങൾ അങ്ങയുടെ മുന്നിൽ ഉണ്ടെങ്കിലും കർത്താവായ ദൈവമേ, അത് ഞങ്ങൾക്ക് അങ്ങേക്ക് പ്രീതികരമായ രീതിയിൽ ജീവിക്കുവാനും അങ്ങേ സാക്ഷ്യപ്പെടുത്തുവാനും ഉതകുന്ന രീതിയിൽ അങ്ങ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തെ നാമം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പാഠപുസ്തകത്തിലെ 147 പാഠമാണ് ദൈവസ്നേഹം ആർജിച്ചിട.
ഈ സമയം യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാനായിട്ട് 2-3 പേര് എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യയിൽ ഞാനുണ്ട് എന്ന് പറഞ്ഞ യേശു നമ്മളിപ്പോൾ ആരാധന നടത്തുമ്പോൾ നമ്മുടെ മധ്യയിൽ ഓൺലൈനിലൂടെ കാണുന്നവർ അവരുടെ ഭവനങ്ങളിലായിരിക്കുമ്പോഴും ഞങ്ങളോടൊപ്പം ചേർന്ന് യേശു മാത്രമേ ഉള്ളൂ സർവ്വവ്യാപിയായിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഇന്ത്യയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും ആഫ്രിക്ക ഭൂഖണ്ഡത്തിലായാലും നമ്മളെവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ഒരേ സമയത്ത് എല്ലായിടത്തും പോകാൻ സാധിക്കുന്ന ഒരു ദൈവം മാത്രമേ ഉള്ളൂ, അത് യേശുവാണ്. യേശുവിന് മാത്രമേ എല്ലായിടത്തും ഒരേ സമയത്ത് ഉണ്ടായിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ യേശുവിനെയാണ് നമ്മളിപ്പോൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുന്നത്. യേശു താമസിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. ആരെങ്കിലും ഹൃദയം തുറന്നു തന്നാൽ ഞാൻ അതോടൊപ്പം വന്ന് ഭക്ഷണം കഴിക്കുന്ന യേശു അതുകൊണ്ട് യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ പാട്ട് പാടാം. വാ വാ യേശുനാഥൻ.
സൃഷ്ടികളെ കലമുപരിയായി നിന്നെ സ്നേഹിച്ചിടും നിന്നെ ചോദിച്ചിടാൻ പല കാലം ഭരിക്കരുതേ നിന്നോട് നീയൊരുക്കം ചെയ്യുന്നതിന് മുമ്പേ നഷ്ടമാക്കിടമതിടവും ഞാൻ സ്നേഹത്തിനും ഇതും യോഗ്യനമേ നല്ല ദൈവമേ നല്ല സ്വരൂപ നല്ല സൃഷ്ടികളെ കാലമുപരിയായി സ്നേഹിച്ചിടും സ്നേഹത്തിനും ഇതും യോഗ്യനമേ നല്ല ദൈവമേ നല്ല സ്വരൂപ സൃഷ്ടികളെ കാലമുപരിയായി സ്നേഹിച്ചിടും
അവർ എന്നോട് മത്സരിക്കുന്നു. കൊക്കും ഇവർ പക്ഷിയും അവർ തന്റെ കാലമറിയും. എൻ ജനമറിയുന്നില്ല. കൊക്കും ഇവർ പക്ഷിയും അവർ തന്റെ കാലമറിയും. എൻ ജനമറിയുന്നില്ല. യേശുവേ കേൾക്കാം, നീ ചെവിതരിക. മക്കളെ പോറ്റി വളർത്തി അവർ എന്നോട് മത്സരിക്കുന്നു. എന്നോട് മത്സരിക്കുന്നു. യേശു മാത്രമേ ആരാധനയ്ക്കായിട്ട് യോഗ്യനായിട്ടുള്ളൂ. ഭൂമിയിൽ ഒരു അധികാരങ്ങൾക്കും നമ്മൾ ഒരുപാട് ഭൂമിയിലുള്ള ഒരുപാട് പേരെ നമ്മൾ വണങ്ങാറുണ്ട്, ബഹുമാനിക്കാറുണ്ട്. പക്ഷെ യേശു മാത്രമേ ഉള്ളൂ ആരാധനയ്ക്ക് യോഗ്യനായിട്ടുള്ളത്. നമുക്ക് ആ ദൈവത്തിൽ നമ്മൾ യേശുവിനെ ആരാധിക്കാൻ മടി കാണിച്ചാൽ നമ്മൾ മറ്റു പലരുടെയും മുമ്പിൽ മുട്ടുകുത്തേണ്ട ഗതികേട് നമുക്ക് വരും. യേശുവിനെ നമ്മൾ ആരാധിക്കുക, നമ്മൾ സത്യദൈവമായ യേശുവിനെ ആരാധിക്കുക. ഈ സമയം നമുക്ക് അതിനുവേണ്ടി പ്രയോജനപ്പെടുത്താം. എല്ലാവരും മനസ്സിൽ യേശുവിനെ കണ്ടുകൊണ്ട്, സകലതും ഉണ്ടാക്കിയ ദൈവത്തെ കണ്ടുകൊണ്ട്, ഇല്ലായ്മയിൽ നിന്നും വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായി. യേശു പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ആ വചനം പുറത്തു വന്നപ്പോൾ, വെളിച്ചം എന്ന വചനം പുറത്തു വന്നപ്പോൾ വെളിച്ചം താനെ ഉണ്ടായി. അതുപോലെ നമ്മളെ ഇല്ലായ്മയിൽ നിന്നും നമ്മളെ രൂപപ്പെടുത്തിയെടുത്ത് നമ്മളെ ഈ കാലഘട്ടത്തിൽ 21-ാം നൂറ്റാണ്ടിൽ നമ്മളെ ഭൂമിയിലേക്ക് ആക്കിയിരിക്കുന്നത് നമ്മളെ കൊണ്ട് യേശുവിന് എന്തോ പ്രയോജനമുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ ഭൂമിയിലേക്ക് ആക്കിയിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് വിദ്യാഭ്യാസമില്ല, കഴിവുകളില്ല, എന്നെ കാണാൻ കൊള്ളത്തില്ല, എന്നെ കണ്ടാൽ ആരും എന്നെ നോക്കത്തില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ആരും കേൾക്കത്തില്ല, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. യേശു നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ഈ ഭൂമിയിൽ എന്തെങ്കിലും പ്രയോജനം കാണും. അത് വിശ്വസിച്ചുകൊണ്ട് നമ്മളുണ്ടാക്കിയ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തെ നമുക്ക് ഈ സമയത്ത് ആരാധിക്കാനായിട്ട് പ്രയോജനപ്പെടുത്താം. ഓൺലൈനിലൂടെ കാണുന്നവരായാലും ഞങ്ങളോടൊപ്പം ആരാധിക്കുക, യേശുവിനെ ആരാധിക്കുക. യേശുവിനെ ആരാധിച്ചില്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിലുള്ള മറ്റു പലരെയും നമ്മൾ വണങ്ങാനും ബഹുമാനിക്കാനൊക്കെ മുട്ടുകുത്താനൊക്കെ ഇടവരും. അതിനെ നമ്മൾ ഒഴിവാക്കാനായിട്ട് സത്യദൈവമായ യേശുവിനെ നമ്മൾ ആരാധിക്കുക. യേശു നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. യേശു നമ്മുടെ എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ ചെയ്യാനായിട്ട് യേശു പറഞ്ഞ് നിന്നെക്കുറിച്ചുള്ള പദ്ധതി ശുഭമായ ഭാവി പ്രത്യാശ നൽകുന്ന പദ്ധതിയാണ്. അതുകൊണ്ട് നമുക്ക് യേശുവിനെ വിശ്വസിക്കാം, സത്യം മാത്രം പറഞ്ഞ് യേശുവിനെ വിശ്വസിക്കാം. ഒരുപാട് പേര് ലോകത്ത് വന്ന് ഒരുപാട് മതങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും യേശു മാത്രമേ ഉള്ളൂ യേശുവിനെ പിഞ്ചെഴുന്നവർക്ക് വേണ്ടി മരിച്ചത്. വേറെ ആർക്കും വേണ്ടി മരിച്ചിട്ടില്ല. യേശു മാത്രമേ ഉള്ളൂ യേശുവിന്റെ അനുയായികൾക്ക് വേണ്ടി മരിച്ചത്. സ്വർഗരാജ്യം തരാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് യേശു മാത്രമേ ഉള്ളൂ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന യേശു മാത്രമേ സ്വർഗത്തിൽ കേറിയിട്ടുണ്ടായിരുന്നുള്ളൂ.
യേശു മാത്രമേ സ്വർഗം കണ്ടിട്ടുള്ളൂ. യേശുവിന്റെ മുമ്പിൽ പാതാളം അനാവൃതമാണെന്ന് ദാവീദ് സങ്കീർത്തനത്തിൽ പറയുന്നു. അപ്പൊ നമുക്ക് വിശ്വസിക്കാം, യേശുവിനെ നമുക്ക് വിശ്വസിക്കാം, സത്യം മാത്രം പറയുന്ന യേശു വിശ്വസിക്കാം. യേശുവിനെ സമയം നമുക്ക് ആരാധിക്കാനായിട്ട് പ്രയോജനപ്പെടുത്താം. പാട്ട് പുസ്തകത്തിന് 38-ാമത്തെ പാട്ട്, ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കും.
ഹല്ലേലൂയ. സ്നേഹിച്ചത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം പരിശുദ്ധൻ. ആകാശവും ഭൂമിയും അങ്ങയുടെ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങൾ ഹോശാന, ദാവീദിന്റെ പുത്രൻ ഹോശാന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. സങ്കീർത്തന പുസ്തകം 1-ാം അധ്യായം വായിക്കും. സങ്കീർത്തന പുസ്തകം 1-ാം അധ്യായം. അത് ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ട് ഒന്നിച്ച് മാറി മാറി വായിക്കണം. എല്ലാവരും ബൈബിൾ എടുത്ത് സങ്കീർത്തനം 1 ഒരു വഴി പറയാം. സങ്കീർത്തന പുസ്തകം 1-ാം അധ്യായം. മലയാളത്തിലും ഇംഗ്ലീഷിലും ജോൺ ഹീബ്രുവിലും വായിക്കും. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുകയോ പാപികളുടെ വഴിയിൽ നിൽക്കുകയോ പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കുകയോ ചെയ്യാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. Blessed is the one who does not walk in the counsel of the wicked, nor stand in the path of sinners, nor sit in the seat of scoffers. אשרי האיש אשר לא הלך בעצת רשעים ובדרך חטאים לא עמד ובראשיו עצים לא ישב. അവൻ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നു. But his delight is in the law of the Lord, and on his law he meditates day and night. כי אם לתורת אדוני חפצו ולתורת יחכה יומם ולילה. അവൻ ആന്തരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ആയിരിക്കും. അവൻ ചെയ്തതൊക്കെയും സാധിക്കും. He will be like a tree planted by streams of water, which yields its fruit in its season, and its leaf does not wither, and in whatever he does, he prospers. והיה כעץ שתול על פלגי מים אשר בריון, ייתן בעיתו ועליהו לא יובל, וכל אשר יעשה יצליח. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റ് പാറ്റിക്കളയുന്ന പതിര് പോലെ അത്രേ. The wicked are not so, but they are like chaff which the wind blows away. לא כן הרשעים כי אם כמוץ אשר תדרפונו רוח. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്ഥാനത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കുകയില്ല. Therefore the wicked will not stand in the judgment, nor sinners in the assembly of the righteous. על כן לא יקומו רשעים במשפט וחטאים בעדת צדיקים. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരം ആകുന്നു. For the Lord knows the way of the righteous, but the way of the wicked will perish. כי יודע אדוני דרך צדיקים
ודרך רשעים תוביל. അങ്ങ് വചനം കേൾക്കാൻ തുടങ്ങാം. ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം. ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ആർക്കെങ്കിലും വായിക്കാം. ലൂക്കായുടെ സുവിശേഷം ലൂക്ക് 16:19-31. അതിനകത്ത് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ലാസർ എന്ന് പേരുള്ള ഒരു ഭിക്ഷക്കാരനും ലാസർ കടന്ന വഴിയിൽ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കൊട്ടാരത്തിൽ താമസിച്ച ഒരു പണക്കാരനായ മനുഷ്യന്റെ കഥയാണ് യേശു ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. ലാസർ എന്ന് പേരുള്ള ഒരു ഭിക്ഷക്കാരനും ലാസർ കടന്ന സ്ഥലത്ത് ആ വഴിയരികിലുണ്ടായിരുന്ന ഒരു കൊട്ടാരത്തിലുണ്ടായിരുന്ന ഒരു ധനവാനായ മനുഷ്യന്റെ കഥയാണ് നമ്മൾ വായിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. പേജ് 1141. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂപ വസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചു പോകുന്നു. ലാസർ എന്ന പേരുള്ള ഒരു ദരിദ്രൻ വ്രണങ്ങൾ നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കൽ കിടന്നിരുന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് ഭക്ഷിച്ച് വിശപ്പടക്കുവാൻ അവൻ ആഗ്രഹിച്ചു. മാത്രമല്ല, നായ്ക്കൾ വന്ന് അവന്റെ വ്രണങ്ങൾ നക്കുമായിരുന്നു. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ അവൻ മുകളിലേക്ക് നോക്കി. വളരെ അകലെയായി അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം, പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ തന്റെ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ അഗ്നിയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ തിന്മയും അനുഭവിച്ചുവെന്ന് ഓർക്കുക. ഇപ്പോൾ അവനിവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. മാത്രവുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യ ഒരു വലിയ പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് അത് സാധ്യമല്ല. അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരുവാനും സാധ്യമല്ല എന്ന് പറഞ്ഞു. അതിന് അവൻ, എന്നാൽ പിതാവേ, അവനെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാർ ഉണ്ട്. അവരും ഈ യാതനയുള്ള സ്ഥലത്ത് വരാതിരിക്കുവാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് അവൻ, അങ്ങനെയല്ല അബ്രഹാം പിതാവേ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒരുവൻ എഴുന്നേറ്റ് അവരുടെ അടുക്കലേക്ക് ചെന്നാൽ അവർ മാനസാന്തരപ്പെടുമെന്ന് പറഞ്ഞു. അവൻ അവരോട്, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്കുകൾ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. ഇംഗ്ലീഷിലൂടെ വായിക്കാം. ഇംഗ്ലീഷിലും കൂടെ വായിക്കാം. Luke 16:19-13. There was a rich man who was dressed in purple and fine linen, and who feasted sumptuously every day. And at his gate lay a poor man named Lazarus, covered with sores, who longed to satisfy his hunger with what fell from the rich man's table. Even the dogs would come and lick his sores. The poor man died and was carried away by the angels to be with Abraham. The rich man also died and was buried. In Hades, where he was being tormented, he looked up and saw Abraham far away with Lazarus by his side. He called out, Father Abraham, have mercy on me, and send Lazarus to dip the tip of his finger in water and cool my tongue, for I am in agony in these flames. But Abraham said, Child, remember that during your lifetime you received your good things, and Lazarus in like manner evil things. But now he is comforted here, and you are in agony. Besides all this, between you and us a great chasm has been fixed,
so that those who might want to pass from here to you cannot do so, and no one can cross from there to us. He said, Then Father, I beg you to send him to my father's house, for I have 5 brothers, that he may warn them, so that they will not also come into this place of torment. Abraham replied, They have Moses and the prophets, they should listen to them. He said, No, Father Abraham, but if someone goes to them from the dead, they will repent. He said to them, If they do not listen to Moses and the prophets, neither will they be convinced even if someone rises from the dead. ദൈവത്തിൻ്റെ സ്തുതി. നമ്മളിപ്പോൾ കഥ കേട്ടു. കഥയ്ക്കകത്ത് ഒരു ധനവാനായ മനുഷ്യനുണ്ട്, ഒരു ഭിക്ഷക്കാരനുണ്ട്. ധനവാൻ എങ്ങനെയായിരുന്നു? ധനവാൻ ഇടാനായിട്ട് നല്ല വസ്ത്രങ്ങൾ ദൈവം കൊടുത്തു, താമസിക്കാൻ കൊട്ടാരം കൊടുത്തു, പിന്നെ നല്ല ഭക്ഷണം, എല്ലാ ദിവസവും നല്ല ഭക്ഷണം കൊടുത്തു. രണ്ടാമത്തെ വ്യക്തി ഒരു ഭിക്ഷക്കാരനാണ്. ഭിക്ഷക്കാരൻ്റെ പേര് ലാസർ. ലാസറിന് താമസിക്കാൻ വീടില്ല, വഴിയരികിലാണ് കിടന്ന് ഉറങ്ങിയിരുന്നത്. ഇടാൻ നല്ല വസ്ത്രം, കാരണം ശരീരം മുഴുവൻ വ്രണങ്ങളായിരുന്നെങ്കിലും അത് വ്രണങ്ങൾ മറയ്ക്കാനുള്ള തുണി പോലും ഇല്ല. അതുകൊണ്ടാണല്ലോ പട്ടി നക്കിയെന്ന് പറഞ്ഞത്. കാരണം വ്രണത്തിൽ നിന്ന് ഒഴുകുന്ന പഴുപ്പ് നക്കാനായിട്ട് പട്ടികൾ, വഴിയോരത്തുണ്ടായിരുന്ന നായ്ക്കൾ വന്ന് ആ മനുഷ്യന്റെ വ്രണങ്ങൾ നക്കുമായിരുന്നു. ഇപ്പം ഇടാൻ വസ്ത്രം പോയില്ലാത്തൊരു മനുഷ്യനാണ്. മൂന്നാമത് ഈ മനുഷ്യനെ കുറിച്ച് പറയുന്നത്, ആ ധനവാന്റെ വീട്ടില് അധികം വരുന്ന, അതല്ലെങ്കിൽ തറയെ വീണ് പോണ ഭക്ഷണം എങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്റെ വയറ് നിറയ്ക്കാം എന്ന് ആഗ്രഹിച്ച ഒരു മനുഷ്യൻ. അതായത് ആദ്യത്തെ വ്യക്തിക്ക് താമസിക്കാൻ സാധാരണ ഒരു വീടല്ല, കൊട്ടാരം ദൈവം കൊടുത്തിരുന്നു. ഇടാൻ സാധാരണ വസ്ത്രമല്ല, നല്ല പട്ടുവസ്ത്രങ്ങൾ, നിറമുള്ള വസ്ത്രങ്ങൾ കൊടുത്തിരുന്നു. അതുപോലെ ഭക്ഷിക്കാൻ നല്ല ഭക്ഷണം കൊടുത്തിരുന്നു. ഭിക്ഷക്കാരന് ഇത് മൂന്നും ഇല്ലായിരുന്നു. താമസിക്കാൻ വീടുമില്ലായിരുന്നു, ഇടാൻ മാന്യമായ വസ്ത്രമില്ലായിരുന്നു, ഭക്ഷണം കഴിക്കാനായിട്ട് ആവശ്യത്തിന് പോലും ഇല്ലായിരുന്നു. കിട്ടാമെന്ന് ആഗ്രഹിച്ചു. ആ ധനവാന്റെ വീട്ടില് തറയിൽ വീഴുന്ന ഭക്ഷണം കാണുമായിരുന്നായിരിക്കും. അതുകൊണ്ടായിരിക്കുമല്ലോ ആ താഴെ വീഴുന്ന ഭക്ഷണമെങ്കിലും കിട്ടണമെന്ന്, കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് ഈ മനുഷ്യൻ ആഗ്രഹിച്ചു. ഇതിനകത്ത് പറയുന്നത് 2 പേരും മരിച്ചു. ലാസർ മരിച്ചു, അതായത് ഭിക്ഷക്കാരൻ മരിച്ചപ്പോൾ ചിലപ്പോൾ അയാൾ അടക്കാനായിട്ട് നമ്മളെപ്പോലെ ഇപ്പോഴത്തെ നല്ലൊരു അടക്കം അയാൾ കിട്ടി കാണത്തില്ലായിരിക്കും. പക്ഷേ മരിച്ച ഉടനെ മാലാഖമാര് വന്ന് ഈ മനുഷ്യനെ, ഈ ഭിക്ഷക്കാരനായ ലാസറിനെ സ്വർഗത്ത് കൊണ്ടുപോയി അബ്രഹാമിന്റെ മടിയിൽ കിടത്തി എന്നാണ് യേശു പറയുന്നത്. ഇതൊരു പ്രവാചകൻ പറയുന്നതോ പിന്നീട് വന്ന അപ്പോസ്തലന്മാര് പറയുന്നതോ അല്ല. യേശു വന്ന് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. ഭൂമിയിലുള്ള ഒരു മനുഷ്യനും സ്വർഗത്ത് പോയിട്ടില്ല. യേശു മാത്രമേ ഉള്ളൂ സ്വർഗത്ത് പോയിട്ട് തിരിച്ചു ഭൂമിയിൽ വന്ന് നമ്മളടുത്ത് സ്വർഗത്തിലെ കാര്യങ്ങൾ പറഞ്ഞു തന്നത്. യേശുവിന്റെ മുമ്പിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ 2-3 ആഴ്ചക്ക് മുമ്പ് വായിച്ചു, 3-4 ആഴ്ചയായി കാണും. ദൈവത്തിന്റെ മുമ്പിൽ നരകം പോലും തുറന്നു കിടക്കുകയാണ്. അവിടുത്തെ ഇരുട്ട് ദൈവത്തിന് ഇരുട്ടല്ല. അപ്പൊ നരകം പോലും വ്യക്തമായിട്ട് കാണുന്ന യേശുവാണ് പറഞ്ഞത് ഈ കഥയ്ക്കകത്ത് നരകമുണ്ടെന്നുള്ളത് ഉറപ്പാണ്. നമ്മൾ വിചാരിക്കരുത് ഇത് മിഥ്യയാണ്. എല്ലാ മതങ്ങളിലും ഉണ്ട് സ്വർഗവും നരകവും, പക്ഷെ അതൊരു മിഥ്യയാണെന്ന് പല ആൾക്കാരും വിചാരിക്കും. കാരണം പല ആൾക്കാരും ദൈവവിശ്വാസികളല്ല, നിരീശ്വരവാദികളാണ്, അല്ലെങ്കിൽ സാധാരണ വിശ്വാസം ഉള്ളവരും പറയും ദൈവം അത്ര ദുഷ്ടനാണ് നമ്മളെ കൊണ്ട് നരകത്ത് കളയാനായിട്ട് എന്ന് ചില ആൾക്കാർ പറയും. നല്ല വിശ്വാസികൾ, യേശു വിശ്വസിക്കുന്നവർ പോലും ഇത് പലപ്പോഴും കേട്ടിട്ടുള്ളവരും പറയും യേശു അത്ര ദുഷ്ടനാണോ, നമ്മളെ കൊണ്ടുപോയി നരകത്ത് കളയും. പക്ഷെ യേശു തന്നെയാണ് ഈ ഉദാഹരണം പറഞ്ഞത്. യേശു പറയുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച എനിക്ക് ധ്യാനിച്ചെന്ന് തോന്നുന്നു. കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലെ 16-ാം വാക്യത്തിൽ യേശു എന്താ പറയുന്നത്? ഒരുവൻ പോലും നശിക്കപ്പെടാതെ എല്ലാവരും സ്വർഗ്ഗരാജ്യത്ത് പോകണമെന്നാണ് പിതാവ് ആഗ്രഹിക്കുന്നത്. ഒരുവൻ പോലും. ദൈവം എത്രമാത്രമാണ് ലോകത്തെ സ്നേഹിച്ചത്? ഒരുവൻ പോലും, ഇവിടെ ഇരിക്കുന്നതല്ല, ഓൺലൈനിലൂടെ കാണുന്ന ആരായാലും എല്ലാവരും, ഒരുവൻ പോലും നശിക്കാതെ എല്ലാവരും സ്വർഗത്ത് പോകണമെന്നാണ്, എല്ലാവരും രക്ഷപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ യേശു എന്തിനാ ഈ കഥ പറഞ്ഞത്? ഒരു നരകം ഉണ്ടെന്നും നരകത്ത് പോകാൻ സാധ്യതയുണ്ടെന്നൊക്കെ യേശു നമ്മൾക്ക് പറഞ്ഞു. എന്നാൽ യേശു വന്നിരിക്കുന്നത് എന്തിനാണ്? യേശു വന്നിരിക്കുന്നത് കുറെ പാപം ചെയ്യാത്ത ആൾക്കാരെ കൊണ്ടുപോകാൻ വേണ്ടി അല്ല.
ഞാൻ വന്നിരിക്കുന്നത് പാപികളെ അന്വേഷിച്ചാണെന്നാണ് യേശു പറയുന്നത്. യേശു വന്നിരിക്കുന്നത് പാപികളെ അന്വേഷിച്ചാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ നരകം ആർക്കുള്ളതാണ്? ഈ ഉദാഹരണത്തിൽ പറയുന്ന നരകം ആർക്കുള്ളതാണ്? മത്തായിയുടെ സുവിശേഷത്തില് 21 അധ്യായം 31 വാക്യത്തില് യേശു എന്താ പറയുന്നത്? അതിൽ വായിക്കും. പാപികൾക്ക് വേണ്ടിയാണോ നരകം ഉണ്ടാക്കിയതെന്ന് അറിയാൻ വേണ്ടി ചുമ്മാ ഒന്ന് വായിച്ചു നോക്കാം. മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 31 വാക്യം. അതിന്റെ ആദ്യത്തെ ഭാഗം മാത്രം വായിച്ചാൽ മതി, മൊത്തം വായിക്കേണ്ട. 2 ഭാഗമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം തുറന്നു നോക്കി ശരിയാണോ എന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ വായിക്കാൻ പോണത് ശരി, യേശു പറഞ്ഞ വാക്ക് തന്നെയാണോ? നരകം ആർക്ക് വേണ്ടിയാണോ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്? 21:31. ഈ രണ്ടുപേരിൽ ആരാകുന്നു അപ്പന്റെ ഇഷ്ടം ചെയ്തത്? അല്ലല്ല, 21:31. ചുങ്കക്കാരും വിദേശികളും സ്വർഗത്തോട് ആ ഭാഗമാണ് അല്ലേ? ഞാൻ എഴുതി തെറ്റിപ്പോയി. മത്തായിയുടെ സുവിശേഷം മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 32 വാക്യം. യോഹന്നാൻ നീതിമാർഗം ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നു, നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യമാരും അവനെ വിശ്വസിച്ചു. അത് കണ്ടിട്ടും നിങ്ങൾ അവനെ വിശ്വസിക്കുവാൻ തക്കവണ്ണം പിന്നീട് അനുദപിച്ചില്ല. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഈ സമൂഹത്തില് ഏറ്റവും വലിയ പാപം ചെയ്യുന്നവരാരാണ്? കൊള്ളയടിക്കുന്നവരും വേശ്യകളാണെന്നാണ് അന്നുണ്ടായിരുന്ന ആൾക്കാർ വിചാരിച്ചിരുന്നത്. പക്ഷെ യേശു പറയുന്ന അവര് സ്വർഗത്ത് പോകുന്ന പറയുന്നത്. അവര് നരകം ആർക്കുണ്ടാക്കി വെച്ചിരിക്കുന്നു. അന്നത്തെ ജനങ്ങൾ വിചാരിച്ചിരുന്നത് ചുങ്കക്കാർ, അതായത് ഇന്ന് ചുങ്കക്കാരെ പാപികളായിട്ട് നമ്മൾ കൂട്ടുന്നില്ല. പക്ഷെ അന്ന് ഇസ്രായേൽക്കാരെ ചുങ്കം വാങ്ങിച്ച് അവരെ അടിച്ചമർത്തിയിരുന്ന റോമ സാമ്രാജ്യത്തിന് വേണ്ടി കരം പിരിച്ചു കൊടുക്കുന്ന ചുങ്കക്കാരെ അന്നത്തെ ഇസ്രായേൽക്കാര് പാപികളായിട്ടാണ് കണ്ടിരുന്നത്. അപ്പൊ യേശു പറയുന്ന ആ ചുങ്കക്കാരും പിന്നെ നിങ്ങൾ വേശ്യകളെന്ന് പറയുന്ന സ്ത്രീകള്, ഇവര് ദാ സ്വർഗത്ത് പോകണം, സ്വർഗത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നരകം അവർക്കുള്ളതല്ലായിരുന്നു. അപ്പൊ നരകം പിന്നെ ആർക്കുണ്ടാക്കിയിട്ടിരിക്കുന്നത്? നരകം ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. ഞങ്ങൾ ഇംഗ്ലണ്ടിൽ താമസിക്കുമ്പോഴത്തേക്ക് സുനിലിന്റെ ഒരു സുഹൃത്ത് പറയുന്നത് ഞാൻ കേട്ടതാണ്. അതേ പറഞ്ഞ സുനിലേട്ടന് എന്ത് മണ്ടത്തരായി പറയുന്നത്? നമുക്ക് വേണ്ടിയാണോ നരകം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്? യേശു നമുക്ക് വേണ്ടി മരിച്ചു. യേശു പാപികളെ സ്നേഹിക്കുന്ന യേശു നമ്മളെ നരകത്ത് പിടിച്ചിടും എന്നാണോ സുനിലേട്ടൻ പറയുന്നത്? സുനിലേട്ടൻ എന്ന് പറയുന്നത് ഓൺലൈനിലൂടെ കാണുന്നവർക്ക് അറിയത്തില്ല, എന്റെ ഭർത്താവിനോട് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് പറയുന്നതാണ്. എന്ത് മണ്ടത്തരമാണ് പറയുന്നത്? നരകം ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളെ പോലെ മനുഷ്യർക്ക് വേണ്ടിയാണോ? അത് ചിലപ്പോ ഹിറ്റ്ലറിനെ പോലത്തെ ആൾക്കാർക്ക് വേണ്ടിയായിരിക്കും. ഹിറ്റ്ലർ എന്നാരെന്ന് പറയണ്ട. ഹിറ്റ്ലർ വളരെ ക്രൂരനായ ഒരു സ്വേച്ഛാധിപതിയായിരുന്നു. യൂറോപ്പിൽ ജർമ്മനിയിലുണ്ടായിരുന്നു. അപ്പൊ അതുപോലത്തെ ദുഷ്ടന്മാർക്ക് മാത്രമുള്ളതാണ് നരകം എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണ് നമ്മളിപ്പോ വായിച്ച കഥയ്ക്കകത്ത് ഈ ധനവാൻ അയാൾ ഒരു പാപവും ചെയ്തതായിട്ട് ഇതിനകത്ത് എഴുതിയിട്ടില്ല. നമ്മൾ ഇത്രയും വായിച്ചതിനകത്ത് എന്തെങ്കിലും പാപം ഉണ്ടായത്? അല്ല, ഇത്ര നേരം വായിച്ചതിനകത്ത് നമ്മളിപ്പോ ഞാനിപ്പോ 19 മുതൽ വായിച്ചതിനകത്ത് അയാൾക്കൊരു കൊട്ടാരം ഉണ്ടായിരുന്നു, അയാൾക്ക് ഇടാൻ വസ്ത്രം ഉണ്ടായിരുന്നു, അയാൾക്ക് നല്ല ഭക്ഷണം ഉണ്ടായിരുന്നു. ഇത്രയും വായിച്ചപ്പോ ആ മനുഷ്യൻ എന്തെങ്കിലും പാപം ചെയ്തതായിട്ട് നമുക്ക് കണ്ടോ? നമ്മൾ താഴോട്ട് വരുന്നേ ഉള്ളൂ. നമ്മൾ ഇത്ര നേരം വായിച്ചതിന് നമുക്ക് ഈ മനുഷ്യൻ ഒരു പാപം ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല.
ലൈഫ് സാധാരണ ഒരു കൊട്ടാരം ഉണ്ടായിരുന്നു, ഇടാൻ വസ്ത്രം ഉണ്ടായിരുന്നു, പിന്നെ കഴിക്കാൻ നല്ല ഭക്ഷണം ഉണ്ടായിരുന്നത്. അതൊക്കെ പാപം ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല. നമ്മൾ താഴോട്ട് വായിച്ചു നോക്കിയാൽ പക്ഷെ എന്തോ പാപം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നരകത്തോണ്ട് ഇടുന്നതായിട്ട് നമ്മൾ വായിക്കുന്നത്. എന്തോ പാപം ചെയ്തിട്ടുണ്ട്. ഇത്രയും നേരം വായിക്കുമ്പോൾ ആ മനുഷ്യനൊരു പാപം ഉണ്ടായിട്ട് കാണുന്നില്ല. പക്ഷെ യേശു ഭിക്ഷക്കാരനായ ലാസറിന്റെ കഥ പറയുമ്പോൾ ആ ഭിക്ഷക്കാരനുമായിട്ട് ബന്ധപ്പെടുത്തി എന്തോ പാപം ആ മനുഷ്യൻ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഭിക്ഷക്കാരൻ അയാളുടെ വീട്ടിൽ അയാളുടെ മുമ്പിലുണ്ടായിരുന്നു. അപ്പൊ നമ്മളിവിടെ നിന്ന് നമ്മുടെ വീട്ടിലിരുന്ന് ന്യൂസിൽ പല കാര്യങ്ങൾ ഞാൻ കാണാറുണ്ട്. അപ്പൊ ഇന്നലെ എനിക്ക് ഒരാൾ ഒരു വാട്സാപ്പിൽ ഒരു സന്ദേശം അയച്ചു തന്നു. ആ സന്ദേശം എങ്ങനെയായിരുന്നു? ലോകത്ത് ഒരുപാട് കുട്ടികൾക്ക് കഴിക്കാൻ ഭക്ഷണമില്ല. ഇപ്പൊ ഇന്ത്യയിൽ മാത്രമല്ല, ഒരുപാട് രാജ്യങ്ങളിൽ, യുദ്ധം നടക്കുന്ന രാജ്യങ്ങൾ, ആഭ്യന്തര കലാപങ്ങളുള്ള രാജ്യങ്ങൾ, മഹാമാരികൾ വന്നിട്ട് ആ കെടുതിയിൽപ്പെട്ട് കിടക്കുന്ന ആ രാജ്യങ്ങൾ അപ്പനമ്മയും മരിച്ചു പോകുമായിരിക്കും. അപ്പൊ കുട്ടികൾക്ക് കഴിക്കാൻ ഭക്ഷണമില്ല. അപ്പൊ അത് നമ്മളിവിടെ സുഖമായിട്ട് 3 നേരം 4 നേരമൊക്കെ ഭക്ഷണം കഴിയുമ്പോൾ ഒരു വീഡിയോ വന്നപ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് ഒരു വിഷമം വന്ന്, ഇത്രയും കൂടുതൽ ഭക്ഷണം നടക്കും, നമ്മൾ എന്തുമാത്രം ഭക്ഷണം വെറുതെ കഴിക്കുന്നത്. നമ്മൾക്ക് വയറ് നിറഞ്ഞാൽ നമ്മൾ പിന്നെയും കഴിക്കും, ചായ കുടിക്കും, കാപ്പി കുടിക്കും, പിന്നെ സ്നാക്സ് കഴിക്കും. ഇതൊക്കെ നമ്മൾ അധികം കഴിക്കുന്ന ഭക്ഷണങ്ങളാണ്. അങ്ങനത്തെ സമയം ലോകത്ത് ഒരുപാട് കുട്ടികൾക്ക് ഭക്ഷണമില്ല. പക്ഷെ എനിക്ക് ആ കുട്ടികളെ അറിയത്തില്ല, എനിക്ക് അവരെ അന്വേഷിക്കാനുള്ള മാർഗങ്ങളില്ല, ഇവരെവിടേക്കാണ് കിടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ചിലർക്ക് അറിയാതിരിക്കും, ചിലർക്ക് അറിയത്തില്ല. പക്ഷെ ഈ പറഞ്ഞ ലാസർ ഇയാളുടെ കൊട്ടാരത്തിന് മുമ്പിൽ കിടക്കുകയായിരുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. അയാൾക്ക് എങ്ങും അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല. കാരണം ഗേറ്റിന്റെ പുറത്തിറങ്ങുമ്പോൾ ഇടതുവശത്തോ വലത്തുവശത്തോ ഏതോ വശത്ത് ആ വഴിയരികിൽ ഈ ഭിക്ഷക്കാരൻ ഒരുപാട് വർഷങ്ങൾ കണ്ടയാൾ അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ലായിരുന്നു. അയാളുടെ കൺമുൻപിൽ ഈ ഭിക്ഷക്കാരൻ കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കൊടുക്കാത്തത് കൊണ്ടാണല്ലോ പറയുന്നത്. പിന്നീട് പറയുന്നത് അയാൾ ആഗ്രഹിച്ചു ഈ കൊട്ടാരത്തില് ഈ മനുഷ്യനോ ആ കൊട്ടാരത്തിലുള്ള മറ്റു വ്യക്തികളോ കഴിക്കുമ്പോൾ അവര് കളയുന്ന ഭക്ഷണമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്റെ വയറ് നിറയ്ക്കാമായിരുന്നല്ലോ എന്ന് ആ മനുഷ്യൻ ആഗ്രഹിച്ചു എന്നാണ് വചനം പറയുന്നത്. അപ്പൊ ഞാൻ ഇന്നലെ ആ മെസ്സേജ് വന്നപ്പോ മെസ്സേജ് അയച്ച ആളോട് പറഞ്ഞു, ഞാൻ ഇന്ന് വരെ ആരെയും ഇങ്ങനെ പുറത്തു പോയത് ഞാൻ സഹായിച്ചിട്ടില്ല. എനിക്ക് 54 വയസ്സായി. എന്റെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം മറ്റേ എനിക്ക് സന്ദേശം അയച്ചു തന്ന ആള് പറഞ്ഞു, ഞാൻ അതൊന്നും ആലോചിക്കാൻ വേണ്ടിയല്ല, ഇത് നല്ലൊരു പാട്ട് കണ്ടപ്പോൾ അയച്ചു തന്നാണ്. ഇതൊന്നും കാര്യമാക്കണ്ട, ലോകത്ത് ഒരുപാട് പേര് പട്ടിണി കിടക്കുന്നതുകൊണ്ട് നീ അതോർത്ത് വിഷമിക്കുന്നത്, ഞാനൊരു പാട്ട് കണ്ടപ്പോൾ അയച്ചു തന്നാണല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ആലോചിച്ചു, നമ്മളൊക്കെ എന്ത് അല്ല, അവര് ചിലപ്പോൾ ദൈവവിശ്വാസം ഇല്ലാത്ത ആൾക്കാരായിരിക്കും അയച്ചു തന്നത്. പക്ഷെ ഞാൻ അങ്ങനെ അല്ലല്ലോ. ഞാൻ എല്ലാ ദിവസവും ഇവിടെ വന്നിരുന്ന് എല്ലാ ആഴ്ചയിലും വചനം പറയുകയും ചെയ്യുമ്പോൾ ഒരു ലോകത്ത് ഇത്ര കുട്ടികൾ ഭക്ഷണമില്ലാതെ കഴിയുന്നത് കാണുമ്പോൾ അതങ്ങ് ഒരു പാട്ടല്ലേ, പാട്ടിന്റെ മ്യൂസിക് അല്ലെങ്കിൽ മ്യൂസിക് ആസ്വദിച്ച പോലെ, അതിന്റെ വരികൾ ആസ്വദിച്ച പോലെ എന്ന് മറ്റേ ആൾ എന്നെ ഉപദേശിച്ചു. അങ്ങനെയാണോ ഈ വചനം കേൾക്കുന്ന എല്ലാവരും ചിന്തിക്കുന്നതല്ല. ഞാൻ അങ്ങനെയല്ല ചിന്തിച്ചത്. ഞാൻ കേട്ടെങ്കിൽ ദൈവം എന്നോട് സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ അതുപോലെ ഇവിടെ ധനവാനായ മനുഷ്യൻ ഈ ഭിക്ഷക്കാരനെ കണ്ടിട്ട് ചിലപ്പം ഒരിക്കലും ഭക്ഷണം കൊടുത്തില്ലായിരുന്നായിരിക്കും. അതുകൊണ്ടായിരിക്കും ദൈവം അത് പാപമായിട്ട് ഗണിച്ചതും ഈ മനുഷ്യൻ അവസാനം നരകത്തിലേക്ക് ചെന്ന് പെട്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മളും ഈ ലോകത്തുള്ള എത്രയോ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാൻ നമുക്ക് അവസരമുണ്ടായിട്ട് നമ്മൾ കൊടുത്തില്ലെങ്കിൽ, വസ്ത്രം കൊടുക്കാൻ നമ്മുടെ ഉണ്ടായിട്ട് നമ്മൾ കൊടുത്തില്ലെങ്കിൽ, അവർക്ക് ഒരു താമസ സൗകര്യം ഏർപ്പാടാക്കി കൊടുക്കാൻ പറ്റിയിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ ദൈവം അത് ചോദിക്കുമെന്നും അത് പാപമായിട്ട് ഗണിക്കുമെന്നും അതിനുവേണ്ടി അങ്ങനെ നമ്മൾ ചെയ്യാത്ത നന്മകൾ ചെയ്യാത്തത് കൊണ്ടാണ് ഈ മനുഷ്യൻ നരകത്തിൽ ചെന്നപ്പെട്ടത്. അല്ലാതെ ഈ മനുഷ്യൻ ഒരു കൊലപാതകം ചെയ്തതായിട്ടോ വ്യഭിചാരം ചെയ്തതായിട്ടോ കൊള്ളയടിച്ചതായിട്ടോ ഇതിൽ പറയുന്നില്ല. നമ്മൾ ഇതൊക്കെയാണ് പാപം എന്ന് പറയുന്നത്. പക്ഷെ ഈ ഉപമയില് യേശു പറഞ്ഞ ഈ കഥയ്ക്കകത്ത് ഈ മനുഷ്യൻ നമ്മൾ പാപം എന്ന് പറയുന്ന പാപങ്ങളൊന്നും ചെയ്തിട്ടില്ല.
ഇയാൾ ദൈവത്തെ ആരാധിക്കാത്ത മനുഷ്യനാണെന്ന് പറയുന്നില്ല. അപ്പനെ അമ്മയെ നോക്കാത്ത മനുഷ്യനാണെന്ന് പറയുന്നില്ല. സാബത്ത് ആചരിക്കാത്ത മനുഷ്യനാണെന്ന് പറയുന്നില്ല. കള്ളം പറയുന്ന മനുഷ്യനാണെന്ന് പറയുന്നില്ല. കൊന്നിട്ടുണ്ടെന്നും പറയുന്നില്ല. വ്യഭിചാരം ചെയ്തിട്ടുണ്ടെന്നും പറയുന്നില്ല. അന്യന്റെ ഭാര്യയെ നോക്കിയിരുന്നെന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ കാണുന്ന വലിയ വലിയ പാപങ്ങളൊന്നും ഈ മനുഷ്യൻ ചെയ്തിട്ടില്ല. പക്ഷെ എന്താണ് ചെയ്തത്? ചെയ്യാൻ പറ്റൊരു നന്മ അയാളുടെ വീട്ടിന്റെ മുറ്റത്ത് കടന്ന്, അല്ലെങ്കിൽ ഗേറ്റിന്റെ പുറത്ത് കടന്ന്, വാതിൽ വെച്ചാൽ നമ്മുടെ ഗേറ്റിന്റെ പുറത്ത് കടന്ന് ഭിക്ഷക്കാരനെ കണ്ടിട്ട് കണ്ടെന്നാക്കിയില്ല. അതാണ് അയാൾ ചെയ്ത പാപമായിട്ട് ഈ കഥയ്ക്കകത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അല്ലാതെ നരകം നേരത്തെ പറഞ്ഞ ഉദാഹരണം സുനിലിന്റെ കൂട്ടുകാരൻ പറഞ്ഞ കണക്ക് ഹിറ്റ്ലറിനെ പോലെ മഹാപാപികൾക്ക് വേണ്ടി ഒരുക്കിയിട്ടിരിക്കുന്ന അല്ല നരകം. ചുങ്കക്കാർക്കും വേശ്യകൾക്കും വേണ്ടി ഒരുക്കിയിട്ടിരിക്കുന്ന അല്ല നരകം. ചെയ്യാൻ പറ്റുന്ന നന്മ ചെയ്യാത്തവർക്ക് വേണ്ടിയാണ് യേശു പറഞ്ഞ ഉദാഹരണത്തിനകത്ത് നരകം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. നരകം സത്യമാണ്. കാരണം യേശു മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ ഇരിക്കുന്ന നമ്മൾ ആരും സ്വർഗവും കണ്ടിട്ടില്ല, നരകവും കണ്ടിട്ടില്ല. നമ്മളെല്ലാവരെയും ബൈബിള് വായിക്കുമ്പോൾ ഈ ബൈബിളിനകത്തുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ട് നമ്മൾ പറയുന്നു മരണാന്തരം സ്വർഗമുണ്ട്, നരകമുണ്ട്, യേശു വിശ്വസിച്ച നിത്യജീവനുണ്ടെന്നൊക്കെ നമ്മൾ ബൈബിൾ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. പക്ഷെ യേശു അങ്ങനെയല്ല. യേശു പറഞ്ഞു, ഞാൻ പിതാവിൽ നിന്ന് വരുന്ന, എനിക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. നരകത്തെക്കുറിച്ച് എനിക്കറിയാം. യേശു ആണ് ആദ്യം. യേശുവിന് മുമ്പ് ഒന്നുമില്ല. യേശുവിനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് സ്വർഗമുണ്ടാക്കിയപ്പോഴും നരകമുണ്ടാക്കിയപ്പോഴും യേശുവുണ്ട്. യേശുവിന് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയാം. സ്വർഗവും നരകവും ഇരുട്ടും എല്ലാം യേശുവിന്റെ മുമ്പിൽ നല്ല വെളിച്ചം പോലെ, നല്ല മൈതാനം പോലെ തുറന്നു കിടക്കുകയാണ്. യേശുവിനെല്ലാം കാണും. അതുകൊണ്ടാണ് യേശു പറഞ്ഞ്, യേശുവിന് ഉറപ്പായിട്ട് അറിയാം പാപികൾക്ക് വേണ്ടിയല്ല, ചെയ്യാൻ പറ്റുന്ന നന്മ ചെയ്യാത്തവർക്ക് വേണ്ടിയാണ് അവിടെ നരകം എവിടെയോ, എനിക്കറിയില്ല എവിടെയാണ്, എവിടെയോ ഒരുക്കിയിട്ടില്ല. ഈ ഉദാഹരണത്തിൽ പറഞ്ഞ അങ്ങനെയാണ്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മ, നമ്മൾ നന്മ ചെയ്യാൻ അന്വേഷണം നടക്കേണ്ട ആവശ്യമില്ല. ഈ ഉദാഹരണത്തിനകത്ത് വീടിന്റെ ഗേറ്റിന്റെ തൊട്ട് പുറത്ത് കിടന്ന ഭിക്ഷക്കാരനെ കുറിച്ചാണ് യേശു പറഞ്ഞത്. അതായത് നിങ്ങൾ ഇസ്രായേൽ താമസിക്കുന്ന ഒരു യഹൂദൻ ആഫ്രിക്കയിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ കിടക്കുന്ന ഒരു പൈസ ഇല്ലാത്ത ഒരാളിനെ നോക്കിയില്ല എന്ന് പറഞ്ഞിട്ടല്ല യേശു അയാളെ ശിക്ഷിക്കുന്നത്. നമ്മൾ താഴോട്ട് വായിക്കുകയാണെങ്കിൽ, ഈ നരകത്ത് പോയ ആള് നരകത്ത് ചെന്നുടനെ കണ്ണുയർത്തി നോക്കിയപ്പോ എന്താ കാണുന്നത്? ഇവിടെ വീട്ടില് അയാളുടെ മുറ്റത്ത് കിടന്ന ആള്, അതായത് വൃണ ഒരച്ച് വൃണത്തിൽ നിന്ന് പഴുപ്പ് ഒഴുകി ആ പഴുപ്പിനകത്തുനിന്ന് പട്ടി നാക്കുന്നത് കണ്ട അതേ മനുഷ്യൻ കണ്ണുയർത്തി നോക്കിയപ്പോൾ അബ്രഹാമിന്റെ മടിയിൽ കിടക്കുന്നത്. അബ്രഹാമാണ് നമ്മുടെ നമ്മൾ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത്. ഇവരുടെ ഇസ്രായേൽക്കാരുടെ ഏറ്റവും വലിയ ആളാണ് വിശ്വാസത്തിന്റെ പിതാവ് അബ്രഹാം. ഇവരുടെയൊക്കെ അപ്പനാണ്. അബ്രഹാമിൽ നിന്ന് ഇസഹാക്ക് ഉണ്ടായി, ഇസഹാക്കിൽ നിന്ന് യാക്കോബ് ഉണ്ടായി, യാക്കോബിൽ നിന്ന് 12 മക്കളുണ്ടായി. 12 മക്കളുടെ പിൻതലമുറക്കാരാണ് ഇസ്രായേൽക്കാര്. അങ്ങനെ ആ ഇസ്രായേൽക്കാർക്ക് എല്ലാവർക്കും ഏറ്റവും ബഹുമാനിക്കുന്ന വ്യക്തിയാണ് അബ്രഹാം. അബ്രഹാമിന്റെ മടിയിൽ ആര് കിടക്കുന്നു? ഇയാളുടെ വീട്ടിന്റെ ഗേറ്റിന്റെ പുറത്ത് വസ്ത്രമില്ലാതെ, ഭക്ഷണമില്ലാതെ, കുളിക്കാതെയും നാറ്റം വമിച്ച് കിടന്നിരുന്ന ആ ഭിക്ഷക്കാരൻ ഇപ്പോൾ നോക്കിയപ്പോൾ ഇയാൾ ഏറ്റവും ബഹുമാനിക്കുന്ന അബ്രഹാമിന്റെ മടിയിലിരിക്കുന്നു. ഈ പ്രായപൂർത്തിയായ മനുഷ്യൻ അബ്രഹാമിന്റെ മടിയിലിരിക്കുന്നതായിട്ട് ഇയാൾ കണ്ടു എന്നാണ് പറഞ്ഞത്. 26 വാക്യം ഒന്ന് വായിക്കുക. പേജ് ഈ ഇവിടെ പള്ളിയിലെ ബൈബിളാണെങ്കിൽ 1141 പേജില് ലൂക്കായുടെ സുവിശേഷം 16 അധ്യായം 24 വാക്യം. ലൂക്ക് 16:24. ഈ ധനവാനായ മനുഷ്യൻ ഈ ഭൂമിയിൽ കൊട്ടാരത്തിൽ താമസിച്ച് നല്ല വസ്ത്രങ്ങൾ, പട്ടുവസ്ത്രങ്ങൾ ധരിച്ച് നല്ല ഭക്ഷണം കഴിച്ച ഈ മനുഷ്യൻ അബ്രഹാമിനോട് പറയുന്ന ഒരു വാക്യം നമുക്ക് വായിക്കാം. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ തന്റെ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ.
ഞാൻ ഈ അഗ്നിയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ഇതെന്താ എഴുതിക്കുന്നത്? അബ്രഹാം പിതാവേ, ഇവരുടെ അപ്പനാണ് അബ്രഹാം. അബ്രഹാമിനെ വിളിക്കുകയാണ് എന്റെ അപ്പ അബ്രഹാമേ. നമ്മൾ ഇന്ത്യക്കാർ വിളിക്കുകയാണെങ്കിൽ, മലയാളം വിളിക്കുകയാണെങ്കിൽ അച്ഛ എന്ന് വിളിക്കുകയാണ്. എന്നോട് കനിവുണ്ടാകണമേ. ലാസർ തന്റെ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഇയാള് എത്രയോ വർഷം, ഇയാൾക്ക് എത്ര വയസ്സുണ്ടായിരുന്നു അറിയത്തില്ല, എന്തായാലും കുറെ വർഷങ്ങളായപ്പോ ഈ മനുഷ്യനെ കണ്ടു കാണും. അപ്പൊ അയാള് കണ്ടിട്ട് കണ്ട മട്ട് പോലും കാണിച്ചിട്ടില്ല. ഇപ്പൊ പറയുന്നു ആ ലാസറിന്റെ വിരല് വെള്ളത്തിൽ മുക്കി എന്റെ നാക്കിൽ കൊണ്ട് വെച്ചെന്ന്. കാരണം ഇവിടെ നരകത്ത് വെള്ളമില്ല, ദാഹം. ദാഹിച്ച് മരിച്ചു പോട്ടെ, മരിച്ചൊന്നും പോകത്തില്ല, അവിടെ നിത്യമായിട്ട് ദാഹിച്ചോണ്ട് കിടക്കുകയാണ്. അപ്പം ഇയാൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഈ ഭിക്ഷക്കാരനായ ഈ ലാസറിന്റെ വിരൽ, അതായത് അന്ന് വ്രണം വന്ന് പഴുത്തൊഴുകി പട്ടി നക്കിയ ആ വിരല് കൊണ്ട് വെള്ളത്തിൽ മുക്കി അത് എന്റെ നാക്കിൽ കൊണ്ട് വെച്ച് തന്നെ, അപ്പൊ എന്റെ ദാഹത്തിന് ഒരു ശമനം കിട്ടും. അങ്ങനെ ചെയ്യണേ എന്ന് അബ്രഹാമിനോട് പറയണം. ഞാൻ ഈ അഗ്നിയിൽ കിടന്ന വേദന അനുഭവിക്കും. തീയാണ്, തീ കിടക്കുക. ഇവിടെ ഇപ്പൊ നമ്മുടെ ഭൂമിയിലാണ് നമുക്കൊരു ശരീരത്തിൽ തീ പറ്റി എന്ത് വരും? നമ്മൾ മരിച്ചു. തീ കൂടിപ്പോയാൽ നമുക്ക് മുറിവ് കൂടും. മുറിവ് അത് നമ്മൾ മരിക്കും. പക്ഷെ നരകത്തിൽ അങ്ങനെയല്ല, തീ കത്തത്തേ ഉള്ളൂ, മരണമില്ല. തീ കത്തിക്കൊണ്ടേയിരിക്കും, മരണമില്ല. അപ്പൊ ഈ മനുഷ്യൻ പറയാണ്, ഞാൻ ഈ അഗ്നിയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു, എനിക്ക് ദാഹം വരുന്നത്. അഗ്നി ഭയങ്കര ചൂടാണ്. ഇപ്പൊ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ അടുക്കളയിൽ നിൽക്കുമ്പോൾ അത് ചൂട് കൂടുതലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ഷീണം വരും. അതായത് ചൂട് കൂടുതലായാണ് ക്ഷീണം വരുന്നത്. അതുപോലെ ഈ മനുഷ്യൻ അഗ്നി കിടക്കുന്നത് കൊണ്ട്, അയാൾ യാതന അനുഭവിക്കുന്നത് കൊണ്ട് ലാസറിന്റെ വിരല് വെള്ളത്തിൽ മുക്കി എന്റെ നാവിൽ കൊണ്ട് വെച്ച് തരണമേ, തണുപ്പിക്കാനായിട്ട് വെച്ച് തരണമേ എന്ന് അബ്രഹാമിനോട് ആവശ്യപ്പെടുകയാണ്. അതിന് അബ്രഹാം എന്താണ് മറുപടി പറയുന്നത്? അതുകൂടെ വാക്യം, 25-ാം വാക്യം, ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 25-ാം വാക്യം. ലൂക്ക് 16:25 ഒന്ന് നോക്കിയ പിള്ളേർ മക്കൾ. ലൂക്ക് 16:25. അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ തിന്മയും അനുഭവിച്ചെന്ന് ഓർക്കുക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. 26 കൂടെ വായിക്കും. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് അത് സാധ്യമല്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തിലേക്ക് കടന്നു വരുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. എന്താ നമ്മൾ വായിച്ചത്? ഈ മനുഷ്യൻ ചൂട് കൂടുതലായിട്ട് നാക്ക് തണുപ്പിക്കാനായിട്ട് ലാസറിന്റെ വിരല് വെള്ളത്തിൽ മുക്കി ഈ ധനവാൻ ആഗ്രഹിക്കുകയാണ്, എന്റെ നാക്കിൽ കൊണ്ടുവച്ച് എന്റെ നാക്ക് തണുപ്പിക്കണമെന്ന്. കാരണം അദ്ദേഹത്തിന് അവിടെ തീയിൽ കിടക്കുന്നത് കൊണ്ട് അവിടെ ഭയങ്കര വേദനയാണ്, തീ കിടക്കുന്നത് കൊണ്ട്. അതിന് അബ്രഹാമിന്റെ മറുപടിയാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ തിന്മയും അനുഭവിച്ചു എന്ന് ഓർക്കുക. അത് വ്യക്തമായിട്ട് അറിയാലോ, ഇന്നും മനസ്സിലായില്ല. ഈ മനുഷ്യൻ കൊട്ടാരത്തിലായിരുന്നു, നല്ല ഭക്ഷണം ഉണ്ടായിരുന്നു, നല്ല വസ്ത്രം ധരിച്ചു, പക്ഷെ ലാസറിന് ഇതൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ന്യായമാണ്, ഇയാള് എന്നോട് അന്യായം കാണിച്ചില്ല എന്നൊന്നും ഇയാൾ പറയുന്നില്ലല്ലോ. ഇയാൾക്ക് എല്ലാം മനസ്സിലായി, ഇതെല്ലാം ശരിയാണെന്ന് മനസ്സിലായി. കാരണം ഇയാൾ അതിനെപ്പറ്റി കുറ്റമൊന്നും പറയുന്നില്ല. മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ തിന്മയും അനുഭവിച്ചു എന്ന് ഓർക്കുക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന. അന്ന് ലാസർ ഒരുപാട് വേദന അനുഭവിച്ചു, നീ സന്തോഷിച്ചു. ഇപ്പോൾ അത് തിരിച്ചാണ്. ഇപ്പോൾ ലാസർ സന്തോഷം അനുഭവിക്കുന്നു, നീ ദുഃഖം അനുഭവിക്കുന്നു. അത് മാത്രമല്ല കാര്യം, മരിച്ചു കഴിഞ്ഞാല് നരകത്ത് പോയി ഒരാൾ സ്വർഗത്ത് പോയി. നരകത്ത് പോയ ആൾക്ക് സ്വർഗത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം കാണാം, സ്വർഗത്തിരിക്കുന്ന ആൾക്ക് നരകത്ത് നടക്കുന്ന കാര്യങ്ങളും കാണാം. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പാലമില്ല, പോവാൻ ഒരു കാരണവശാലും പറ്റത്തില്ല. നമ്മൾ പാലം തന്നെ നമ്മളേക്കുന്ന പേര് പൊയ്ക്കൂടായിരുന്നു. പിന്നെ അങ്ങനെയും പോകാൻ പറ്റത്തില്ല, അതുകൊണ്ടാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് മാത്രമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്നും നിങ്ങളുടെ അടുത്തിലേക്ക് കടന്നു വരുവാൻ
ഇച്ഛിക്കുന്നവർക്ക് അത് സാധ്യമല്ല. അവിടെ നിന്നും ഞങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുവാനും സാധ്യമല്ല. അതായത് മരിച്ചു കഴിഞ്ഞ് ആ സെക്കൻഡിൽ, ആ നിമിഷത്തിൽ തന്നെ സ്വർഗവും നരകവും, ഈ കഥയ്ക്കകത്ത് അപ്പോഴും തന്നെ സ്വർഗവും നരകവും തീരുമാനിച്ചു കഴിഞ്ഞു. സ്വർഗത്ത് പോയ ആള് സ്വർഗത്തും നരകത്ത് പോയ ആള് നരകത്തും ഉണ്ട്. ഇനി എന്ത് വിചാരിച്ചാലും, ഇനി അബ്രഹാം വിചാരിച്ചാൽ പോലും, അബ്രഹാമാണ് ഇസ്രായേൽക്കാരുടെ പിതാവ്, ഇനി അബ്രഹാം വിചാരിച്ചാൽ പോലും നരകത്ത് കിടക്കുന്ന ഒരാൾക്ക് സ്വർഗത്ത് പോകാനോ സ്വർഗത്ത് കിടക്കുന്ന ഒരാൾക്ക് നരകത്ത് പോകാനോ പറ്റത്തില്ല. അത് വലിയൊരു പിളർപ്പാണ്. ഒരു കാരണവശാലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. എന്ന് വെച്ചാല് ഭൂമിയിൽ, അതിന്റെ അർത്ഥം എന്താണ്? ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് എല്ലാം തീരുമാനിച്ചു കഴിയും. പിന്നെ ഒരു തീരുമാനം ഉണ്ടാകാൻ പറ്റത്തില്ല. എനിക്ക് ഇവിടെ നിന്ന് ഇപ്പൊ പ്രസംഗിക്കുമ്പോൾ ഇപ്പൊ ഓൺലൈനിലൂടെ കാണുന്നവരായാലും ഇവിടെ നിൽക്കുന്നവർ 2-3 പേരധികം ഇരിക്കുന്നവരായാലും, നിങ്ങൾക്ക് ഇപ്പൊ തീരുമാനിക്കാൻ അവസരമുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഇനി എത്ര പ്രസംഗിച്ചാലും നിങ്ങളുടെ ജഡത്തിന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് യേശു പറയുന്നത്. മരിച്ചു കഴിഞ്ഞ് നരകത്തോ സ്വർഗത്തോ പോയി കഴിഞ്ഞാൽ നരകത്ത് കിടക്കുന്ന ഒരാൾക്ക് സ്വർഗത്ത് പോകാനോ സ്വർഗത്ത് കിടക്കുന്ന ഒരാൾ നരകത്ത് പോകാനോ സാധ്യമല്ല. ചില ആൾക്കാർ ചിലപ്പോൾ അങ്ങനെ പറയുമായിരിക്കും. ചില വിശ്വാസങ്ങളിൽ അങ്ങനെയുണ്ട്. നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങളൊക്കെ ചെയ്താൽ ആ വ്യക്തിക്ക് സ്വർഗം കിട്ടും. അങ്ങനെ ബൈബിൾ പറയുന്നില്ല. അങ്ങനെ കർമ്മങ്ങൾ ചെയ്തിട്ടാണ് നമുക്ക് നമ്മളുടെ പ്രിയപ്പെട്ടവരെ സ്വർഗത്ത് കയറ്റി വിടാമെങ്കിൽ, അങ്ങനെ സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ പൈസക്കാരെല്ലാം സ്വർഗത്ത് പോകുമായിരുന്നു. പാവപ്പെട്ടവരാരും പോകത്തുമില്ല, അല്ലേ? കർമ്മങ്ങൾ ചെയ്യാൻ പൈസയുള്ള ആൾക്കാർക്ക് കർമ്മങ്ങൾ ചെയ്തത് കൊണ്ട് സ്വർഗത്ത് പോകാൻ സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, അവരുടെ വീട്ടുകാർക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കൂട്ടുകാർക്ക് വേണ്ടി, അയൽക്കാർക്ക് വേണ്ടി പൈസ കൊടുത്ത് കർമ്മങ്ങൾ ചെയ്ത് സ്വർഗത്ത് വിടാൻ സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ പൈസക്കാരെല്ലാരും അവരുടെ വീട്ടുകാരെ സ്വർഗത്ത് കയറ്റി വിടുമായിരുന്നു. ഇവിടെ ഭൂമിയിൽ നടക്കുന്ന കൈക്കൂലിയോ വാക്ക് പറഞ്ഞ് നമ്മൾ തള്ളിവിടുന്ന ഒന്നും അവിടെ ഇല്ല. ഇവിടെ ചെയ്ത കാര്യങ്ങൾക്ക് ഉള്ളത് മരണ ദിവസം തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ മോഹൻചേട്ടൻ എങ്ങനെയെങ്കിലും കുറെ പേരെ സ്വർഗത്ത് കയറ്റി വിടുമായിരുന്നത്. അങ്ങനെ വഴി ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷെ അങ്ങനത്തെ വഴിയില്ല. മോചന്റെ കാര്യം പറഞ്ഞ മോചന്റെ ഭയങ്കര ഹാർഡ് വർക്കറാണ്. എങ്ങനെയും കുറെ ജോലി ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ള ആളാണ്. അപ്പൊ അങ്ങനെ ആളെ സ്വർഗത്തിലിടാൻ സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ മോചന എന്തായാലും ദിവസം 10 വരെ കയറ്റി വിടുമായിരുന്നു. പക്ഷെ അത് നടക്കത്തില്ല. ആ നടപ്പിലൂടെ നടക്കത്തില്ലെന്നാണ് യേശു പറയുന്നത്. യേശു അല്ല ഇവിടുത്തെ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്, എനിക്ക് പിതാവായി അബ്രഹാം ഉണ്ട് എന്ന് പറഞ്ഞ് നീ അഹങ്കരിക്കണ്ട. യേശു പറഞ്ഞ വചനമാണ്. എനിക്ക് പിതാവായി അബ്രഹാം ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ലോകത്തോട് നമുക്കൊന്നും അങ്ങനെ അഹങ്കരിക്കാൻ വകുപ്പില്ല. കാരണം നമ്മുടെ പിതാവ് അബ്രഹാം അല്ല. നമ്മൾ ഏതോ ഇന്ത്യക്കാരുടെ മക്കളാണ്. നമ്മൾ ഇന്ത്യയിലേക്ക് നമ്മളെല്ലാവരും ഏതോ ഇന്ത്യക്കാരുടെ. പക്ഷെ ഇസ്രായേലിൽ എന്നാണ് പൊങ്കച്ചൻ പറയുന്നത്, ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു അബ്രഹാം. ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളായതുകൊണ്ട് ഞങ്ങൾക്ക് ആരുടെയും ഔദാര്യത്തിന്റെ ആവശ്യമില്ല. ഞങ്ങൾക്ക് എന്തായാലും ദൈവത്തിന്റെ സ്വർഗ്ഗരാജ്യം ഞങ്ങൾക്കുള്ളതാണെന്നുള്ള ചിന്തയുണ്ട്. ഞാൻ ഇംഗ്ലണ്ടിലായിരുന്നപ്പോൾ ഞങ്ങള് സുശീല ജോലിക്ക് പോയിരുന്നു. അപ്പൊ ഞാനും സുനിലും കൂടെ ഈ കൽക്കട്ടയിലുള്ള മദർ തെരേസ കോൺവെന്റ് ഉണ്ട്. അപ്പൊ അവർക്ക് ഇംഗ്ലണ്ടിൽ ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ അടുത്ത് ഒരു മഠം ഉണ്ടായിരുന്നു. എല്ലാ ശനിയാഴ്ചയും ഞങ്ങൾ അവിടെ പോയി വചനം പറയും. അപ്പൊ വചനം കേൾക്കാൻ വരുന്നത് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ അവിടെ അഭയാർത്ഥികളായിട്ട് വന്നവര്, താമസിക്കാൻ വീടില്ലാത്തവര്, ഭക്ഷണക്കാത്തവരൊക്കെ അവിടെ വരും. അപ്പൊ ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ട് പോയിട്ട് ഇവർക്ക് വചനം പറഞ്ഞു കൊടുക്കും, ഭക്ഷണം വിളമ്പി കൊടുക്കും, പിന്നെ പാത്രങ്ങൾ കഴുകിക്കും. ഞങ്ങളത് എല്ലാ ശനിയാഴ്ച ഉച്ചയ്ക്ക്, പിന്നെ ബാക്കി ദിവസങ്ങളിൽ ജോലി ഉണ്ടല്ലോ, ശനിയാഴ്ച അവധി ആയതുകൊണ്ട് ആ ജോലി ചെയ്യുമായിരുന്നു. അപ്പൊ ഈ വചനം പറഞ്ഞു കൊടുക്കുമ്പോൾ കേൾക്കാൻ വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ അവിടുത്തെ ഒരു ദിവസം വചനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ 10-20 പേരുണ്ട്. എല്ലാവരും യൂറോപ്പിലുള്ള ആൾക്കാരാണ് വചനം കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ വചനം കേട്ടപ്പോൾ ഞാനിങ്ങനെ
വചനം പാലിക്കണമെന്നും സ്വർഗത്ത് പോകണമെന്നും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു, എന്നോട് പറയണ്ട. ആ സ്ത്രീ പറയാം, ഞാൻ കത്തോലിക്കനായിട്ട് ജനിച്ചതാണ്. കത്തോലിക്കായിട്ട് ജനിച്ചത്. ഞാൻ കത്തോലിക്ക എന്ന് പറയുന്നത് അതായത് 2000 വർഷങ്ങളുടെ പാരമ്പര്യം ഉള്ള ഒരു സഭയാണ്. അപ്പം അതുകൊണ്ട് ഇത് മദർ തെരേസ കോൺവെന്റിലെ കന്യാസ്ത്രീകളും കത്തോലിക്കരാണ്. പക്ഷെ ഞാൻ വചനം പറഞ്ഞു കേട്ടപ്പോൾ അവർക്ക് തോന്നി അവര് പാപിയാണെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നിനക്ക് സ്വർഗരാജ്യം ഇല്ലെന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അവർക്ക് തോന്നിക്കാണും. അത് അവര് പറയുന്നത്, എന്നോട് പറയണ്ട, ഞാൻ കത്തോലിക്കനായിട്ട് ജനിച്ചു വളർന്നതാണ്, അതുകൊണ്ട് എനിക്ക് സ്വർഗരാജ്യം ഉറപ്പാണ്. നമ്മൾ ഏതെങ്കിലും ഒരു സഭയിൽ ജനിച്ചത് കൊണ്ടോ, യേശു പറയുന്നത് അബ്രഹാമിന്റെ മക്കളാണെന്ന് പറഞ്ഞ് നിങ്ങൾ അഹങ്കരിക്കണ്ട. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പുണ്യ സഭയുടെ അംഗമായത് കൊണ്ട് ഞാൻ സ്വർഗരാജ്യത്തിൽ ഞാൻ പോകാൻ പോകുന്നില്ല. യേശു പറഞ്ഞ് സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ അതിന് കുറെ മാനദണ്ഡങ്ങൾ യേശു പറഞ്ഞിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങൾ ഓരോ വ്യക്തിയാണ് അനുസരിക്കേണ്ടത്. അല്ലാതെ ഞാൻ എൻ്റെ പാസ്റ്റർ വിശുദ്ധനായ പാസ്റ്റർ ആയതുകൊണ്ട്, ഞാൻ ആ പാസ്റ്ററുടെ സഭയിലുള്ള വ്യക്തി ആയതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ട് സ്വർഗരാജ്യം കിട്ടുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ അത് തെറ്റായിട്ടുള്ളൊരു ബോധ്യമാണ്. അങ്ങനെ ആരും സ്വർഗരാജ്യത്തിൽ പോകുന്നില്ല. ഇപ്പോൾ യേശു ഒരു ഉദാഹരണം പറഞ്ഞു. യേശു പറഞ്ഞ ആ ഉദാഹരണം അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട നന്മകൾ ചെയ്താൽ, നമ്മൾ കാണണ്ടാൻ വിചാരിക്കുന്ന പല കാര്യങ്ങൾ നമ്മൾ കണ്ടെന്നാക്കിയിട്ട് നമ്മൾ അവരെ സഹായിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ സ്വർഗരാജ്യത്ത് നമുക്ക് പോകാനായിട്ട് സാധിക്കും. ചില ആൾക്കാർ വിചാരിക്കും, ഇംഗ്ലീഷിൽ പറയും ബൈ ഡിഫോൾട്ട് പാവപ്പെട്ടവരാണെങ്കിൽ സ്വർഗത്തും പൈസക്കാരാണെങ്കിൽ നരകത്തും. അങ്ങനെ പൈസക്കാരായതുകൊണ്ട് നരകത്ത് പോകുന്നൊന്നും ബൈബിൾ പറഞ്ഞിട്ടില്ല. 3 നേരം ഭക്ഷണം കഴിച്ചത് കൊണ്ട് നരകത്ത് പോകുന്നു ബൈബിൾ പറഞ്ഞിട്ടില്ല. നല്ല വസ്ത്രം ധരിച്ചത് കൊണ്ട് നരകത്ത് പോകുന്നു പറഞ്ഞിട്ടില്ല. ഇവിടെ എന്താ പറഞ്ഞത്? അയാളുടെ വീട്ടിന്റെ പുറത്ത് കിടന്ന് രാക്ക് കണ്ടിട്ടും കാണാതെ അഭിനയിച്ച് നടന്നു. അതുകൊണ്ടാണ് അയാളെ നരകത്ത് വിട്ടത്. കൊട്ടാരത്തിൽ താമസിച്ചു കൊണ്ടല്ല. അങ്ങനെയാണെങ്കിൽ ദാവീദ് കൊട്ടാരത്തിലല്ലേ താമസിച്ചു, ദാവീദ് നരകത്ത് കൊണ്ട്. നല്ല വസ്ത്രങ്ങൾ ധരിച്ച് എത്രയോ പ്രവാചകന്മാർ നമ്മുടെ ബൈബിളിലുണ്ട്. അവരുടെ നരകത്ത് കൊണ്ട് അങ്ങനെയല്ല യേശു പറഞ്ഞു. നമ്മൾ ചെയ്യേണ്ട നന്മകളും ചെയ്യാത്തത് കൊണ്ടാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 3-ാം വാക്യം ഒന്ന് വായിച്ചേ. അവിടെ എന്താ പറയുന്നത്? സ്വർഗരാജ്യത്തിൽ പോകുന്നതിനെ കുറിച്ച് ഒരു വാക്ക് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 3-ാം വാക്യം. മാത്യു 5:3. 1034 പേര്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാകും. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച അതിനെക്കുറിച്ച് ധ്യാനിച്ച് നമ്മൾ ഈ ഉച്ചപ്രാർത്ഥനയ്ക്ക് നമ്മളത് പ്രാർത്ഥിച്ചു. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. എന്ന് വെച്ചാൽ അർത്ഥം എന്താ? നരകത്ത് പോണ ആരാണ്? ആത്മാവില് ദാരിദ്ര്യം ഇല്ലാത്തവര് എന്ന് വിചാരിക്കുന്നവര്, ആത്മാവില് സമ്പന്നരാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. അല്ലാതെ ശാരീരികമായിട്ട് നമ്മൾ കാണുന്ന കോടിക്കണക്കിന് ബാങ്കിലുള്ള ആൾക്കാർ നരകത്ത് പോകുന്നല്ല പറഞ്ഞിരിക്കുന്നത്. ആത്മാവിന് സമ്പന്നതയുള്ളവരാണ് നരകത്ത് പോകുന്നതാണ് അത് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നേരത്തെ പറഞ്ഞാണ് യേശു പറഞ്ഞ് ചുങ്കക്കാരൻ വേശ്യയാണ് ആ സ്വർഗത്ത് പൊയ്ക്കൊണ്ടിരിക്കുക യേശുള്ളപ്പം. അപ്പൊ അവരെ കുറിച്ചും അല്ല പറഞ്ഞത്. ആത്മാവിൽ ദാരിദ്ര്യമുള്ളവർ സ്വർഗരാജ്യത്തിൽ പോകും എന്ന് പറഞ്ഞാൽ ആത്മാവിലെ സമ്പന്നത ഉണ്ടെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാര് സ്വർഗത്ത് പോകത്തില്ലെന്നാണ് പറഞ്ഞത്. അതായത് പൈസ കൂടുതലുള്ളത് കൊണ്ടോ, ഇടാൻ വസ്ത്രം കൂടുതലുള്ളത് കൊണ്ടോ, കഴിക്കാൻ ഭക്ഷണം കൂടുതലുള്ളത് കൊണ്ടോ നമ്മൾ ആരും നരകത്ത് പോകാൻ പോകുന്നില്ല. പക്ഷേ ആത്മാവിൽ എനിക്ക് സമ്പന്നത കൂടുതലുള്ളത് ഞാൻ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ, അഹങ്കരിച്ചിരിക്കുകയാണെങ്കിൽ എനിക്ക് സ്വർഗരാജ്യമില്ല. ആത്മാവിൽ ദാരിദ്ര്യം വേണം. എനിക്ക് യേശുവിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നണം. ചില ആൾക്കാർ പറയും ഞാൻ ഒരു പാപവും ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിക്ക് യേശുവിന്റെ ആവശ്യമില്ല. യേശുവിന്റെ ആവശ്യമില്ലെങ്കിൽ സ്വർഗരാജ്യം അവർക്കുള്ളതല്ല. യേശു ദൈവം അയച്ച പുത്രനെ വേണ്ടെന്ന് വെക്കുന്നതാണ് പാപത്തിന് ഒന്നാമതായിട്ട് ഏറ്റവും വലിയ പാപമായിട്ട് ദൈവം കാണുന്നത്. ദൈവത്തിന് എന്തെങ്കിലും ഞാൻ ഇത് പറഞ്ഞു പറഞ്ഞ് യോഹന്നാൻ 3:16 ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു തന്റെ സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു നമ്മളെ രക്ഷിക്കാനായിട്ട്.
ആ പുത്രനെ, ഞാൻ അയച്ച എന്റെ പുത്രനെ വകവയ്ക്കാത്തവര്, അല്ലെങ്കിൽ യേശുവിനെ വേണ്ട എന്ന് തീരുമാനിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് നരകം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അല്ലാതെ പാപത്തിന്റെ അളവ് നോക്കിയിട്ടല്ല അവിടെ നരകവും സ്വർഗവും തീരുമാനിക്കുന്നത്. യേശുവിനെ വേണ്ടെന്ന് വെക്കുന്നവര്, ഞാൻ യേശുവിനെ കുറിച്ച് കേട്ടു, യേശുവിനെ കുറിച്ച് കേൾക്കാത്തവരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, യേശുവിനെ കുറിച്ച് ഞാൻ കേട്ടു. അതായത് ഞാനിപ്പോ ബൈബിളിൽ ഇപ്പം എന്റെ ഈ ശബ്ദ പരിധിക്കുള്ളിലിരിക്കുന്ന എല്ലാവരും യേശുവിനെ കുറിച്ച് കേട്ടു. ഞാൻ യേശുവിനെ കുറിച്ച് കേട്ടു, പക്ഷെ ഞാൻ പറയാണ് എനിക്ക് ഈ യേശുവിനെ വേണ്ട എന്ന് പറയുന്നെങ്കിൽ അവർക്കുള്ളതാണ് ആ നേരത്തെ നമ്മൾ കഥയിൽ കേട്ട സ്ഥലം. ദൈവം അയച്ച പുത്രനെ വേണ്ടെന്ന് വെക്കുന്നതാണ് ഏറ്റവും വലിയ പാപം. അറിഞ്ഞില്ലെങ്കിൽ എനിക്ക് അതിനെ കുറിച്ച്, അതിന്റെ പൗലോസിന്റെ അതിന് വേറെ വിധിയെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ജനറലായിട്ട് പറയുമ്പോൾ യേശുവിനെ കുറിച്ച് കേട്ട എല്ലാവരും യേശുവിനെ വേണ്ടെന്ന് വെക്കുന്നതാണ് ഏറ്റവും വലിയ പാപം. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇത് എൻ്റെ ശബ്ദ പരിധിക്ക് ഉള്ളിലിരിക്കുന്ന എൻ്റെ ഈ കുടുംബവും ഓൺലൈനിൽ കൂടെ കേൾക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, ഇന്ന് നിങ്ങൾ യേശുവിനെ സ്വീകരിക്കാൻ വേണ്ടി മനസ്സ് കാണിക്കണം. നാളെ ഒരു ദിവസം ഉണ്ടാകണം ഒരു നിർബന്ധമില്ല. നാളെ ഒരു ദിവസം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ആ ദിവസം ഇല്ലെങ്കിൽ, ഞാൻ ഇന്നാണ് മരിക്കാൻ പോണെങ്കിൽ നാളെ ഈ പ്രസംഗം കേട്ടത് കൊണ്ട് ഒരു കാര്യമില്ല. ഇന്ന് പ്രസംഗം കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് യേശുവിനെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാവണം. അതുകൊണ്ട് എല്ലാവരും യേശുവിനെ സ്വീകരിക്കുക. യേശു ദൈവം അയച്ച, എന്റെ രക്ഷയ്ക്ക് അയച്ച ഒറ്റ വഴിയേ ഉള്ളൂ, വേറെ വഴിയില്ല. വേറൊരു വഴി ഉണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലും സ്വന്തം മക്കളെ കുരിശിൽ തറയ്ക്കാനായിട്ട് വിട്ടുകൊടുക്കുമോ? നമ്മളെല്ലാവരും മക്കളുള്ളവരാണ്, മക്കളില്ലാത്തവരുടെ ആരുമില്ല. മക്കളുള്ള നമ്മുടെ സ്വന്തം മക്കളെ വേറൊരാളുടെ അടി വാങ്ങിക്കാനോ കുത്തു വാങ്ങിക്കാനോ കുരിശിൽ തറയ്ക്കാനോ വിട്ടുകൊടുക്കുമോ? വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് ദൈവം സ്വന്തം പുത്രനായ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. വേറൊരു വഴിയില്ലാത്തത് കൊണ്ടാണ് ഈ ക്രൂരമായ മരണത്തിന് വിട്ടുകൊടുത്തത്. അങ്ങനെയെങ്കിൽ സ്വന്തം പുത്രനെ ഇത്രയും മോശമായ ഒരു മരണത്തിന് വിട്ടുകൊടുത്തിട്ട് മനുഷ്യനായ നമ്മൾ അത് വിശ്വസിക്കുന്നില്ല, സ്വീകരിക്കുന്നില്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് യേശുവിനെ കൊണ്ട് ആവശ്യമില്ല, എന്റെ ആത്മാവ് നല്ല സമ്പന്നതയിലാണ്, എനിക്ക് ഈ യേശുവിന്റെ ഈ കുരിശി കിടക്കുന്ന ഈ ദൈവത്തെ കൊണ്ട് എനിക്കൊരു ആവശ്യമില്ല. എത്രയോ നല്ല കാണാൻ കൊള്ളാവുന്ന ദൈവന്മാരും ദേവികളും ഉണ്ട്, പിന്നെ എന്തിനാണ് ഈ കുരിശി കിടക്കുന്ന യേശുവിന്? എന്റെ ഭർത്താവിന്റെ ചേട്ടൻ പറയുമായിരുന്നു, പാവം യേശു. എന്നുവെച്ചാൽ യേശുവിനെ കാണാൻ എന്ത് വികൃതമായിട്ടാണ് കുരിശി കിടക്കുന്നത്. മൂന്നാണിന്മേൽ തൂക്കിയിട്ടിട്ട് ഇങ്ങനെ ഒരു ഉപയോഗമില്ലാതെ കിടക്കുന്നല്ലോ എന്ന് എന്റെ ഭർത്താവിന്റെ ചേട്ടൻ പറയുമായിരുന്നു. അറിവില്ലാത്ത കാര്യം, ചെറുപ്പത്തിൽ പറഞ്ഞ കാര്യമാണ്. ഇപ്പോഴങ്ങനെയല്ല, ഇപ്പൊ നല്ല വിശ്വാസിയാണ്. പണ്ട് പറയുന്നതാണ് പാവം യേശു. ഒന്നാമത് ഈ ക്രിസ്ത്യാനികളെല്ലാം തൂക്കിയിടുന്ന കുരിശിൽ കിടക്കുന്ന ഈ ആൾക്ക് ഒരു സൗന്ദര്യമില്ല, വികൃതമാക്കപ്പെട്ട് അടിച്ച് മുറിവൊലിപ്പിച്ച് തലയിൽ ഒരു മുള്ളും കിരീടവും വെച്ച് മരിച്ചു കിടക്കുന്ന ഈ ദൈവത്തെയാണോ ക്രിസ്ത്യാനികളായ നമ്മൾ ആരാധിക്കുന്നത് എന്ന് ആ ചേട്ടൻ അറിവില്ലാതെ കൊണ്ട് ചോദിച്ചതാണ്. ആ ദൈവം ആ വികൃതമായി കിടക്കുന്ന ആ കുരിശിലൂടെ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. ആരെല്ലാം ആ വികൃതമാക്കപ്പെട്ട ആ മനുഷ്യനെ നോക്കിയിട്ടുണ്ടോ? യേശു പറഞ്ഞ് മോശ സർപ്പത്തെ മരുഭൂമി ഉയർത്തിയതുപോലെ. അതിപ്പം പഴയ നിയമമുള്ളതൊന്നും മനസ്സിലാകത്തില്ല, ഒരു വചനം കിടപ്പുണ്ട്, പിന്നീട് എപ്പോഴും നമുക്ക് ധ്യാനിക്കാം. അതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തപ്പെടും, മനുഷ്യപുത്രനെ നോക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും. അതുകൊണ്ട് സമയം ഒരുപാട് കടന്നുപോയി. അതുകൊണ്ട് നമ്മളെല്ലാവരും യേശുവിലേക്ക് നോക്കുക. കുരിശിൽ മരിച്ചു കിടക്കുന്ന ആ യേശു, നിസ്സഹായനായ, വികൃതമാക്കപ്പെട്ട, വിരൂപമാക്കപ്പെട്ട, മാംസമെല്ലാം അടർന്നു പോയി, രക്തം എല്ലാം പോയി, വെള്ളം ഒലിച്ച ആ യേശുവിനെ നോക്കുന്നവർ രക്ഷ പ്രാപിക്കും.
ആരാധിക്കാം, നന്ദി പറയാം. എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങളെ ഫലമേൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാണ്, കർത്താവായ യേശുവിനെ ഒറ്റക്കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് നോക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാകുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുക. അപ്പം അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് അവൻ പാനപാത്രം എടുത്ത്, ഈ പാനപാത്രം എൻ്റെ രക്തത്തിലുള്ള പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുന്നത് വരെ അവന്റെ മരണത്തെ പ്രഖ്യാപിക്കുന്നു. ഒരു പാട്ട് പാടി നമുക്ക് ശുശ്രൂഷ അവസാനിപ്പിക്കാം.